കോഴിക്കോട് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കല്ലുത്താൻ കടവ് ന്യൂ പാളയം മാർക്കറ്റിൽ പ്രതിഷേധം. പ്രദേശവാസികൾ ലോഡ് ഇറക്കുന്നത് തടഞ്ഞു. പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കല്ലുത്താൻ കടവിൽ നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതിയ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഒരു ചെറിയ പ്രതിഷേധം ഉന്നയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്, അവരെ കൂടി ജോലിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഇവിടുത്തെ ഇറക്കു ജോലികൾക്കൊക്കെ അവരുടെ കൂലി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായ ഒരു ചർച്ച ഇപ്പോൾ ഇവിടെ നടന്നു, ഡെപ്യൂട്ടി മേയറുടെ അടക്കം നേതൃത്വത്തിൽ. എന്തായാലും അവരൊരു പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്തായിരുന്നു ഇവരുടെ ആ പ്രതിഷേധത്തിന് കാരണം? ഇത് നമുക്കറിയാം, പാളയം മാർക്കറ്റ് വലിയ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും പാളയം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന 153 ഷോപ്പുകളാണ്. പുതിയ മാർക്കറ്റിൽ ഏകദേശം 300-ലധികം ഷോപ്പുകൾ പുതിയ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത്, പാളയം മാർക്കറ്റ് ഇത്രയും വലിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ, ഷോപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ, ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ പ്രാദേശികമായ ആളുകളെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, യഥാർത്ഥത്തിൽ പച്ചക്കറി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പോട്ടർമാർക്ക് പുറമെ പുതിയ ആളുകളോട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെയുള്ള ആളുകളെയും കൂടി പരിഗണിക്കണമെന്ന വളരെ ന്യായപരമായ ആവശ്യമാണ്. അത് ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ വന്ന് പറഞ്ഞത് അത് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലം. ഈ താമസിക്കുന്ന സ്ഥലം ഫ്ലാറ്റിലേക്ക് മാറുന്ന സമയത്താണ് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം നാളെ ഇവിടെ മാർക്കറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലേബർ കാർഡിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഈ 18 പേരുള്ള ലേബർ കാർഡ് അന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ തൊഴിൽ സാധ്യത ഇല്ലാത്ത ഒരു മേഖലയാണ്, കാർഡ് അനുവദിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തൊഴിൽ ഉള്ള ഒരു മേഖലയായി വന്ന് നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന സമയത്ത് ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ പരിഗണിക്കാതെ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് താൽക്കാലികമായി കോർപ്പറേഷൻ കൊടുക്കുന്ന ഒരു ID കാർഡും കൊണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ആൾക്കാർ സമ്മതിക്കില്ല. ആദ്യം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കാരണം ഞങ്ങളെ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് വിധത്തിലേക്കും കാര്യങ്ങൾ നീക്കും. ഇവിടേക്ക് ലേബർ പാസ് കൊടുത്തിട്ടുള്ളത് തികച്ചും ലേബർ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടല്ല എന്നുള്ളത് ഇതിലൊരു സത്യമായതാണ്. കാരണം ഒരു ബോർഡിന് ഒരു ലേബർ കാർഡ് വേറെ പൂൾ സംവിധാനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള അധികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതേ രീതിയിലേക്ക് ചർച്ച ചെയ്ത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുടർന്ന് പോകും. അവർ താമസിച്ചിരുന്ന സ്ഥലത്താണ് ഈ മാർക്കറ്റ് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള ഉറപ്പും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായിട്ട് അവർ പ്രതിഷേധങ്ങളും മറ്റും അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ചർച്ചകൾക്ക് ശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.